നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് രോഗാവസ്ഥയിലാണ്. അത് കുറച്ച് നാൾ മുമ്പ് എനിക്ക് തോന്നുന്നു മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരുന്നത്. അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ശബരിമല പോയി അദ്ദേഹത്തിൻ്റെ പേരിൽ അർച്ചന നടന്നപ്പോൾ അത് പെട്ടെന്ന് അത് വൈറലാകുകയും ചെയ്തു. ഏകദേശം അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നത്. ഇതിനിടയിൽ ദുൽഖർ ഷൂട്ടിങ്ങൊക്കെ നിർത്തി വീട്ടിൽ പോയി എന്നൊക്കെയുള്ള വാർത്തകൾ അതിനിടയിൽ വന്നു. പിന്നെ മമ്മൂട്ടി പടത്തിനകത്തായിട്ട് ഷൂട്ടിങ്ങിൽ പങ്കെടുത്തതായിട്ട് നമുക്ക് യാതൊരുവിധ വാർത്തയുമില്ല. മമ്മൂട്ടിയുടെ ആരോഗ്യ സ്ഥിതിയെപ്പറ്റി ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ മമ്മൂട്ടി എന്ന് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കും, എന്ന് പൊതുസ്ഥലത്ത് വരും എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. രോഗവിവരങ്ങളെപ്പറ്റി യാതൊരു സ്ഥിരീകരണവും കിട്ടുന്നില്ല. അദ്ദേഹം വളരെ സുഖമായിട്ട് ഇരിക്കട്ടെ, വളരെ വേഗത്തിൽ സുഖം പ്രാപിച്ച് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യാം. ഇതിനിടയിലാണ് നമ്മുടെ അനന്തഭദ്രം എന്ന് പറയുന്ന ചിത്രം. അനന്തഭദ്രം ചിത്രത്തിലെ മനോജ് ജയനുമൊക്കെ മുഖ്യ കഥാപാത്രമായ ഒരു ചിത്രമാണ്. പൃഥ്വിരാജ് ആയിരുന്നു അതിന് നായകൻ. അപ്പോൾ ആ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന മിക്കവാറും മാന്ത്രിക കഥകളാണ്, നോവലിസ്റ്റും കൂടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അതിലൂടെയാണ് അദ്ദേഹം പ്രസിദ്ധനാകുന്നത്. കാന്തല്ലൂർ സ്വാമി എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആകപ്പാടെ കറങ്ങി നടക്കുന്നത്. അതിലെ ഒരു കാര്യം എന്ന് പറയുന്നത്, മമ്മൂട്ടിക്ക് രോഗാവസ്ഥയിലാകും എന്ന് പുള്ളി മുൻകൂട്ടി പ്രവചിച്ചിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. ഇബ്രാഹിം കുട്ടിയുടെ മമ്മൂട്ടിയുടെ സഹോദരന് ഒരു സുഹൃത്തിന് പുള്ളി അയച്ച മെസ്സേജാണ് പുള്ളി പറയുന്നത്. മമ്മൂട്ടി ഒരു ചിത്രത്തിൽ, പ്രമയുഗം എന്ന ചിത്രത്തിൽ തന്നെയാകാം, പ്രമയുഗം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ രോഗാവസ്ഥയിലാകും എന്ന് പുള്ളി പ്രവചിച്ചതായിട്ടാണ് പുള്ളി പറയുന്നത്. അത് കൃത്യമായിട്ട് നമുക്കറിയില്ല. ഏതായാലും ഒരു പടത്തിനകത്ത് അഭിനയിച്ചതിൻ്റെ പേരിൽ മമ്മൂട്ടി രോഗാവസ്ഥയിലാകും എന്ന് പ്രവചിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. കാരണം നമുക്കത് വിശ്വാസമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞേക്കുന്നത് വേറെ കാര്യം, മാളൻ പുലി എന്ന് പറയുന്ന മേജർ രവി സംവിധാനം ചെയ്ത ഒരു ചിത്രം ഉണ്ടായിരുന്നു. അന്ന് വാർത്തകളൊക്കെ വന്നതാണ്. പൃഥ്വിരാജ് നായകനായി ഇദ്ദേഹമായിരുന്നു അതിൻ്റെ തിരക്കഥ എഴുതിയത്. ഒത്തിരി മൂന്നാലഞ്ച് സിനിമകളിൽ അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്, ഈ സുനിൽ പരമേശ്വരൻ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പം അത് നടന്നില്ല. അന്ന് തന്നെ പുള്ളിക്ക് അറിയാമായിരുന്നു ആ ചിത്രം നടക്കത്തില്ല എന്ന്. അതിനുശേഷം ഉണ്ണി മുകുന്ദനെ വെച്ച് ഈ ചിത്രം ആരും നിർമ്മിക്കാനിരുന്നു. ചിലർ നിർബന്ധമായി അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് പോകുന്ന പോക്കിൽ പിന്നെ അവർ തമ്മിൽ ഉടക്കിയെന്ന്, ഈ സുഹൃത്തുക്കളായിരുന്നു, അവർ തമ്മിൽ ഉടക്കിയെന്നു. ആ വണ്ടി വാഹനാപകടമുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ സുനിൽ പരമേശ്വരൻ പറയുന്നത്. അപ്പോൾ പുള്ളിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഈ മാടൻ പുലി എന്ന് പറയുന്ന ചിത്രം നടക്കില്ല, അത് സിനിമയാക്കാൻ പറ്റത്തില്ല എന്ന് അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ വേറൊരു കഥയുടെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. മണികാർത്തിക എന്ന് പറയുന്ന ചിത്രം. മണികാർത്തിക എന്ന ചിത്രം ഒരു നാഗത്തിൻ്റെ കഥയാണ്. ഹിമാലയത്തിൽ ആണ് ഈ കഥ നടക്കുന്നതായിട്ടാണ് പറയുന്നത്. ഇതൊരു നടന്ന കഥയായിട്ടാണ് പറയുന്നത്. അപ്പം ആ പടത്തിൻ്റെ തിരക്കഥയും പൂർത്തീകരിച്ചിട്ട്, പക്ഷേ ആ പടവും നടക്കാനുള്ള സാധ്യതയില്ല. ആ പടത്തിൻ്റെ ലാസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ദിവസം പുള്ളിയുടെ വീട്ടിൽ പാമ്പ് കയറി എന്ന് പറയും. ബാബാ സുരേഷ് വന്നിട്ട് ആ പാമ്പിനെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയതായിട്ടാണ് സുനിൽ പരമേശ്വരൻ പറയുന്നത്. ഇത് അന്ധവിശ്വാസം എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ 2 ചിത്രങ്ങൾ, മാടമ്പുലി ആയാലും മണികാർത്തികയായാലും, ഈ ചിത്രത്തിൻ്റെ എല്ലാം തിരക്കഥ പുള്ളി എന്തുകൊണ്ട് സിനിമയാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ തിരക്കഥ എഴുതേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? സിനിമയാക്കാൻ പറ്റില്ലെങ്കിൽ തിരക്കഥ എഴുതേണ്ട കാര്യമില്ല. എന്തിന് തിരക്കഥ എഴുതി വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. അതായത് സിനിമയാക്കാൻ പറ്റത്തില്ലെന്ന് പുള്ളിക്ക് തന്നെ അറിയാം എന്ന് തോന്നുന്നു. പിന്നെ ഇതിന് ഈ റിസ്കിന് ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്നെനിക്കറിയില്ല. കാരണം മലയാള സിനിമയെന്ന് പറയുന്നത് 80 കാലഘട്ടത്തിലൊക്കെ ഭയങ്കര അന്ധവിശ്വാസമുള്ള സമയമായിരുന്നു. കോര ചീട്ട് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. കോര എന്ന് പറയുന്ന ജോത്സ്യൻ ചീട്ട് കശക്കി എറിഞ്ഞതിന് ശേഷമാണ് പുതിയ പടത്തിൻ്റെ നായകനെ, ഭാഗ്യനായകനെയും ഭാഗ്യനായികയെയും അതുപോലെ സംവിധായകനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അന്ന് കേട്ടിട്ടുണ്ട്.
കാരണം അതിന് കോര പറയും അത്രയും. ഇതുപോലെ ഇതിൻ്റെ പാട്ട് വരെ, പാട്ടിനകത്ത് നായകൻ്റെ കയ്യിൽ എന്തൊക്കെ വേണം, നായികയുടെ കയ്യിൽ എന്തൊക്കെ വേണം, എത്ര മണിക്ക് ഇത് ഷൂട്ട് ചെയ്യണം, എത്രാം തീയതി ഇത് പ്രദർശിപ്പിക്കണം എന്നൊക്കെയുള്ളത് കോര പറയും എന്നാണ് അന്നത്തെ ഒരു കിംവദന്തി. അന്ന് കോരയുടെ കൈകളിൽ കൂടിയായിരുന്നു മലയാള സിനിമ അങ്ങ് പോയിക്കൊണ്ടിരുന്നത്. കോര എന്ത് പ്രവചിച്ചാലും അത് നടക്കും എന്നുള്ളതായിരുന്നു 80 കാലഘട്ടത്തിലൊക്കെ പറഞ്ഞു കേട്ടത്. പിന്നെ അതിനുശേഷം നമ്മളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. എന്നാലും അന്ധവിശ്വാസവും ഒക്കെ കൊടികുത്ത് വാഴുന്ന സ്ഥലം തന്നെയാണ്. കാശ് മുടക്കുമ്പോഴേ, ഈ കോടിക്കണക്കിന് രൂപ കാശ് മുടക്കുന്നതല്ലേടെ, ആ കാശ് മുടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചെറിയ അന്ധവിശ്വാസമൊക്കെ തോന്നും അല്ലേ. ഈ കാശിൻ്റെ കാര്യമാകുമ്പോൾ എല്ലാവരും ഇന്ന ആളിനെ ഒന്ന് പോയി കണ്ടേരെ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു വിശ്വാസമാണ്. അന്നങ്ങ് പോയി കണ്ടേക്കാം, കാശ് മുടക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് പോയി ടൈമൊക്കെ നോക്കി എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ മലയാള സിനിമയിൽ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് നമ്മൾ പലപ്പോഴും കാണട്ടെ. ഒരിടത്ത് കൃത്യമായിട്ട് ഇറങ്ങാൻ പോകുമ്പോൾ തന്നെ വഴിയിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ഇറങ്ങുന്നവർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഒരാളെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാണെന്ന് പറയുന്നത് ചിന്തിക്കുന്നവരുണ്ടല്ലേ. പക്ഷേ ഈ മമ്മൂട്ടിയെ പറ്റി പ്രമേയുഗം പടത്തിനകത്ത് അഭിനയിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ രോഗാവസ്ഥ വരും എന്ന് പുള്ളി പ്രവചിച്ചതെന്ന് പറയുന്നത്, അതിൻ്റെ കാര്യമാണ് എനിക്ക് മനസ്സിലാകാത്തത്. എങ്ങനെയൊക്കെ പ്രവചിക്കാൻ പറ്റുമോ എന്നുള്ള ഇതാണ്. പിന്നെ പുള്ളിയുടെ വിശ്വാസം പുള്ളിയെ രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ വേറെ ഒരു സംഭവം എന്ന് പറയുന്നത്, മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നാണ് അന്ന് പറഞ്ഞു കേട്ടത്. അപ്പം ക്യാൻസർ ആണെങ്കിൽ ഈ പ്രമേയവും സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ലല്ലോ, പുള്ളിയുടെ ശരീരത്തിൽ നേരത്തെ ഉള്ളതുകൊണ്ടല്ലേ അല്ലേ. അങ്ങനെയൊക്കെ പെട്ടെന്ന് ഒരാൾ ഒരു പടത്തിനകത്ത് അഭിനയിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ഉണ്ടാകുമെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞില്ലയോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ, ഇപ്പം മാടൻകുലി എന്ന് പറയുന്ന ചിത്രം ഇനി ആരെങ്കിലും എടുക്കാൻ തയ്യാറാകുമോ എന്ന് എനിക്കറിയില്ല. എടുക്കാൻ ആരെങ്കിലും ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ അയ്യോ പോരുത് ഇത് പ്രശ്നമുള്ളതാണ്. ഈ റിസ്ക് എടുക്കാൻ ആരും തയ്യാറാകില്ല, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ. അതുപോലെ മണി കാർത്തിക് എന്ന് പറയുന്ന പടം, അതിൻ്റെയും റിസ്ക് എടുക്കാൻ തയ്യാറാവത്തില്ല. പിന്നെ പുള്ളി ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിലൂടെ കുഞ്ഞു പരമേശ്വരനെല്ലാം പറയുന്നുണ്ട്. ഈ പുള്ളിയുടെ അനന്തഭദ്രം എന്ന് പറയുന്ന പടം മികച്ചൊരു തിരക്കഥയൊക്കെ ആയിരുന്നു. അതും ഒരു പ്രേമത്തിൽ, മിക്കവാറും പുള്ളിയുടെ നോവലായാലും സിനിമകളൊക്കെ ആയാലും മാന്ത്രിക കഥ പറയുന്ന ചിത്രങ്ങളാണ്. അത് നോവലായാലും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം തന്നെ ആ രീതിയിലുള്ളതാണ്. ഒരു ഹൊറർ സബ്ജക്റ്റ് തന്നെയാണ് പുള്ളി കൈകാര്യം ചെയ്യുന്നത്. മന്ത്രവാദവും ഒക്കെയാണ് അതിനകത്തെ മുഖ്യ ഇതിവൃത്തമായിട്ട് വരുന്നത്. ഇത് തന്നെ ആയിരിക്കാം ഈ ചിത്രങ്ങളിലെല്ലാം. പക്ഷേ പ്രമേയുഗം എന്ന സിനിമ കണ്ടപ്പം രാഹുൽ സദാശിവനായിരുന്നു. പുള്ളി ഇത് ചിന്തിച്ചു പോലും കാണത്തില്ലല്ലേ. പുള്ളി അടുത്തത് പ്രണവ് മോഹൻലാലിനെ വെച്ചാണ് പുള്ളി. ഇനിയും ചിലപ്പം പുള്ളിക്കിനി സിനിമ കിട്ടാതെ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമുക്കതൊന്നും എഴുതിത്തള്ളാൻ പറ്റത്തില്ലേ, പ്രത്യേകിച്ച് മലയാള സിനിമയിലേ. ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ കുത്തി വാഴുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ഒരാൾ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഒരു സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന് വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഏറ്റെടുക്കാൻ ആരും തയ്യാറാവത്തില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എഴുതി അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.